വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. KPCC-യുടെ യമനക്കാരൻ കെ. സുധാകരൻ എംപിയും പ്രിയങ്കനായ കേരളക്കലയുടെ പ്രതിപക്ഷ നായകൻ വി. ഡി. സതീശൻ എംഎൽഎയും ചേർന്നൊരുക്കുന്ന ഐതിഹാസികമായ സമരാന്തി ജനകീയ പ്രക്ഷോഭയാത്ര ഈ വാഹനത്തിന്റെ തൊട്ട് പിന്നിലായി ഇതാ വടകരയിലെ സ്വീകരണ സമ്മേളനഗരിയിലേക്ക് കടന്നു വരികയാണ്. കേരളക്കരയിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ചടുലമായി നേതൃത്വം കൊടുക്കുന്ന KPCC-യുടെ ഏതേലും ഉറപ്പിക്കേ. ഉറപ്പുണ്ടല്ലോ. പിൻവാതിൽ നിയമനവും പാർട്ടി ശുപാർശയില്ലാണ്ട് ആർക്കും PSC വഴി ജോലി കിട്ടില്ലെന്ന് ഉറപ്പായി. മകൾക്ക് മാസപ്പടി, സ്വന്തം മകന് വയറ്റിൽ കഴിയുമെന്ന് ഉറപ്പ്. ചേട്ടാ, ഉറപ്പടി കേൾക്കുന്നേ വെറുപ്പായി. പക്ഷെ ഇനി ക്ഷമിക്കാൻ പറ്റില്ല. ഒരു തീ വരുന്നു. ബഹുമാന്യരായ KPC പ്രസിഡന്റിനും പ്രതിപക്ഷ നേതാവിനും ഈ വേദിയിലേക്ക് കടന്നു വരാനുള്ള വഴിയൊരുക്കണം.
ഉൾക്കൊള്ളാൻ കഴിയുന്നതിനപ്പുറമുള്ളതായിരിക്കുന്ന ജനങ്ങളുടെ മഹാബാഹുല്യമാണ് ഈ വടകര സ്വീകരണത്തിൽ നമ്മൾ ദർശിക്കുന്നത്. നേതാക്കന്മാർക്ക് കടന്നു വരാൻ വഴിയൊരുക്കണം. പ്രിയപ്പെട്ട DCC പ്രസിഡന്റും കോഴിക്കോട് MP-യും വടകര MP-യും ജാഥയുടെ മാനേജർ PM നിയാസ് ഉൾപ്പെടെ എല്ലാ നേതാക്കന്മാരുടെയും സാന്നിധ്യത്തിലാണ് ബഹുമാന്യനായ KS സുധാകരൻ MP-യും പ്രിയപ്പെട്ട VD സതീശൻ പ്രതിപക്ഷ നേതാവും ഇങ്ങോട്ട് കടന്നു വരുന്നത്. ദയവ് ചെയ്ത് വഴിയൊരുക്കണം. റെയിൽവേയുടെ കാര്യം, വടകര ലോക്സഭയിലെ 3 റെയിൽവേ സ്റ്റേഷനുകളാണ് അമൃത് പദ്ധതിയിൽ പെട്ട് നവീകരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് പോയി നോക്കിയാൽ കാണാം. അല്ലാതെ വെറും കടലാസിലെ നവീകരണമല്ല. അവിടെ വൻതോതിലാണ് ഇപ്പോൾ വർക്ക് നടക്കുന്നത്. വടകരയിലും മാഹിയിലും തലശ്ശേരിയിലും അമൃത് പദ്ധതിയിൽപ്പെട്ട വർക്ക് നടക്കുകയാണ്. കൊയിലാണ്ടിയെ കൂടെ ഉൾപ്പെടുത്തണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 21-ാം തീയതി റെയിൽവേ കേരളത്തിലെ MP-മാരുടെ യോഗം വിളിച്ചിട്ടുണ്ട്. ഞാനും KPC പ്രസിഡന്റ് ഉൾപ്പെടെ. അദ്ദേഹത്തിന് പക്ഷേ യാത്ര ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് ചിലപ്പോൾ പങ്കെടുക്കാൻ കഴിയില്ല. പക്ഷേ മറ്റ് MP-മാർ അവിടെ പങ്കെടുക്കും. ഇപ്പം ഞാൻ പറയുന്നത് വികസനം ഞങ്ങൾ ശ്രമിക്കാഞ്ഞിട്ടല്ല. പക്ഷേ എല്ലാത്തിനും കേന്ദ്രത്തിനെ കുറ്റപ്പെടുത്തുന്ന സംസ്ഥാന സർക്കാരിനോട് ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ. കേന്ദ്രം വീതം തരുന്നില്ല, നിങ്ങൾക്ക് മാത്രമല്ല. ഞങ്ങൾ ധരിക്കുന്ന കർണാടകത്തിലും തരുന്നില്ല, ഞങ്ങൾ ധരിക്കുന്ന ഹിമാചൽ പ്രദേശിലും ജാർഖണ്ഡിലും തരുന്നില്ല. പക്ഷേ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ചെയ്യുന്നുണ്ടോ? എൻ്റെ മുൻഗാമിയായ ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇവിടെ MP-യും കേന്ദ്രമന്ത്രിയായിരുന്നപ്പോഴാണ് തലശ്ശേരിയിലെ ഒരു കേന്ദ്രീയ വിദ്യാലയം അനുവദിച്ചത്. ആ കേന്ദ്രീയ വിദ്യാലയം വാടകഘട്ടത്തിൽ ആരംഭിച്ചു. അതിന് 8 ഏക്കർ സ്ഥലം കതിരൂർ പഞ്ചായത്തിൽ സ്ഥലം കണ്ടെത്തി അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി ഞാൻ ഉൾപ്പെടെ പരിശ്രമിച്ചിട്ട് കഴിഞ്ഞ 4.5 വർഷക്കാലം ആ ഫയലിട്ട് തത്തിക്കളിച്ചു സംസ്ഥാന സർക്കാർ. റവന്യൂ വകുപ്പ് ഏറ്റെടുക്കാനെടുത്തു 3.5 വർഷം. അതിന് വിദ്യാഭ്യാസ വകുപ്പിന്റെ സാങ്ഷൻ കിട്ടാൻ മുഖ്യമന്ത്രി ഫയലിൽ ഒപ്പുവെച്ചില്ല. നവകേരള സദസ്സ് തലശ്ശേരിയിൽ വന്ന ദിവസമാണല്ലോ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു സ്വകാര്യ ഹോട്ടലിൽ ക്യാബിനറ്റ് യോഗം കൂടിയത്. ആ ക്യാബിനറ്റ് യോഗം കൂടിയപ്പോ തലശ്ശേരി കേന്ദ്രീയ വിദ്യാലയത്തിന്റെ ഫയൽ മുഖ്യമന്ത്രി ഒപ്പിട്ടില്ല. പിറ്റേ ദിവസം കോഴിക്കോട് പത്രസമ്മേളനത്തിൽ ഞാൻ പറഞ്ഞു, തലശ്ശേരിയിൽ വെച്ച് പോലും തലശ്ശേരി കേന്ദ്രീയ വിദ്യാലയത്തിന്റെ ഫയൽ ഒപ്പിടാത്ത മുഖ്യമന്ത്രി വടകര ലോക്സഭയോട് നീതികേട് കാണിച്ചു എന്ന് പറഞ്ഞപ്പോഴാണ് അതിന്റെ അടുത്ത ദിവസം തിരൂരിൽ വെച്ച് ഫയൽ ഒപ്പിടുന്നത്. പക്ഷേ അത് ഒപ്പിട്ട് നിയമമാക്കി വർക്ക് തുടങ്ങണ്ടേ? എന്തുകൊണ്ട് തുടങ്ങാൻ കഴിയുന്നില്ല? സംസ്ഥാന സർക്കാരിന്റെ കുറ്റമല്ലേ? ഇപ്പോ സമരാഗ്നി കടന്നു വന്ന തലശ്ശേരി മാഹി റോഡ്, ആ റോഡ് മുല്ലപ്പള്ളിയുടെ കാലത്ത് അനുവദിച്ച് അന്ന് തറക്കല്ലിട്ടതാ. ഇപ്പോഴാണ് ഏതാണ്ട് പൂർത്തിയാക്കി. അതിൽ പണിത 4 ബീമുകളാണ് തകർന്നു പോണത്. അവിടെ പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആരാ കോൺട്രാക്ടറാ? UDF ആണോ? UDF വെച്ചവരാണോ? എല്ലാം കഴിഞ്ഞ് ഇപ്പൊ പൂർത്തിയാവാനായപ്പോ ഒരു ഭാഗത്ത് പൊതുമരാമത്ത് മന്ത്രിയുടെ പരിശോധന, മറ്റേ ഭാഗത്ത് കേന്ദ്രത്തിൽ തൊഴിലില്ലാത്ത ചില മന്ത്രിമാരുടെ പ്രസ്താവന, ഫ്ലക്സ് മത്സരിച്ച് വയ്ക്കുന്നു. കിട്ടിയാലെല്ലാം ഞങ്ങളുടെ വക, കിട്ടിയില്ലെങ്കിലൊക്കെ MP-യുടെ തലയിൽ. ഇതൊക്കെ നന്നായിട്ട് പത്രം വായിക്കുന്നവരും അറിയുന്നവരുമാണ് വടകരയിലെയും കേരളത്തിലെയും ജനങ്ങളെന്ന് പിണറായിയോടും കേന്ദ്രമന്ത്രിമാരോടും പറയാൻ മാത്രമേ ഞാൻ ഈ സന്ദർഭം വിനിയോഗിക്കുന്നു. ഏതായാലും ഒരു കാര്യം വ്യക്തമാണ്, MLA-മാർക്കെതിരെ ചാർജ് ഷീറ്റ് ഉണ്ടാക്കി ഒരെലക്ഷനെ നേരിടുന്ന ഗതികെട്ട മുന്നണിയായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാറിയിരിക്കുന്നു. ഇവിടെ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ED-ക്ക് ക്വിക്ക് ആക്ഷൻ, എന്നാൽ പിണറായി ഭരിക്കുന്ന കേരളത്തിൽ സ്ലോ മോഷൻ. എന്താ സ്ലോ മോഷൻ? ഞങ്ങളുടെ ഒരാളെയെങ്കിലും ഡൽഹിക്ക് അയച്ചില്ലെങ്കിൽ പിണറായി അകത്ത് പോകുന്നാണ് നരേന്ദ്രമോദി തന്നെ അന്ന് ചെവിയിൽ സ്വകാര്യം പറഞ്ഞത്. നിങ്ങൾ കണ്ടല്ലോ ഒന്ന് അദ്ദേഹത്തിന് യാത്ര അയക്കാൻ. എന്തൊരു വിനീത വിധേയനായിട്ടാണ് മുഖ്യമന്ത്രി നിൽക്കുന്നത്. പറഞ്ഞെന്താ? ഞങ്ങളുടെ MP-യെ ഡൽഹിക്ക് അയച്ചോ അല്ലെങ്കിൽ അകത്ത് പോകാൻ തയ്യാറെടുത്തോ.
അതിന് ഞങ്ങളുടെ തലയിൽ കുറ്റം ചേർത്തണ്ട. ഇവിടെ അന്തർധാര ആര് തമ്മിലാണ്? അന്തർധാര BJP മാർക്സിസ്റ്റ് പാർട്ടിയും തമ്മിലാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ അടിവരയിട്ട് പറയുന്നു, നമ്മുടെ മുദ്രാവാക്യം മോഡി പിണറായി അവിശുദ്ധ കൂട്ടുകെട്ടിനെ പരാജയപ്പെടുത്തുക എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ മുദ്രാവാക്യം. ആ മുദ്രാവാക്യവുമായി കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് സഞ്ചരിക്കുന്ന ജാഥ ക്യാപ്റ്റന്മാർ KPC പ്രസിഡന്റ് K. സുധാകരനും പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശനും അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഇന്നത്തെ ഈ ഗംഭീരമായ സ്വീകരണ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായിട്ടുള്ള നമസ്കാരം. ജയ് ഭാരത്, ജയ് കോൺഗ്രസ്, ജയ് UDF. ഇവിടെ ഞങ്ങൾ ഇന്ന് കണ്ണൂർ ജില്ലയിലെ ഈ പരിപാടി തുടങ്ങിയതിന് ശേഷം പരാതിക്കാരെ ഞങ്ങൾ കണ്ടിരുന്നു. കേരളത്തിലെ സാധാരണക്കാരായ പരാതിക്കാർ. പിണറായി വിജയന്റെ സമ്പന്നന്മാരല്ല, പിണറായി വിജയൻ കണ്ട ബിസിനസ് ക്ലാസ് അല്ല, പിണറായി വിജയൻ കണ്ട ഗോൾഡ് സ്മഗ്ലേഴ്സ് അല്ല. പാപം നമ്മുടെ നാട്ടിലെ തൊഴിലാളികൾ, നമ്മുടെ നാട്ടിലെ സർക്കാർ ജീവനക്കാർ, നമ്മുടെ നാട്ടിലെ വ്യവസായ സ്ഥാപനങ്ങളിലെ തൊഴിലാളികൾ. അങ്ങനെ നമ്മൾ കുറേ ആളുകളെ കണ്ടു. ഏതാണ്ട് ഒരു 3 മണിക്കൂർ അവരുമായി സംവദിച്ചപ്പോൾ വാസ്തവത്തിൽ ഞങ്ങളുടെയൊക്കെ കണ്ണ് നിറഞ്ഞുപോയി. അത്രയേറെ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ഇൻസെക്യൂരിറ്റി, ഫീലിംഗ് ഓഫ് ഇൻസെക്യൂരിറ്റി ഒരു സാമൂഹിക ജീവിതത്തിൽ ഇതുവരെ ഇതുപോലെ ഉണ്ടെന്ന് ഞാൻ അറിയുന്നത് ഇന്നത്തെ അവരുടെ പ്രതികരണങ്ങളും അവരുടെ സങ്കടങ്ങളും കേട്ടപ്പോഴാണ്. ഭരണമുണ്ട് പോലും ഇവിടെ ആര് ഭരിക്കുന്നു? ഇവിടെ എവിടെ നിയമം? ഇവിടെ എവിടെ നീതി? ഇവിടെ എവിടെ നിയമപരിപാലനം? ഉണ്ടോ ഈ രാജ്യത്ത് നിയമപരിപാലനം? ഉണ്ടോ ഇവിടെ പോലീസ്? തെറ്റുകളെ ചൂണ്ടിക്കാട്ടി കുറ്റവാളികളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടുപോകുന്ന പോലീസ് നാട്ടിലുണ്ടോ? രാഷ്ട്രീയം നോക്കിയാണ് കോടതിയിൽ കൊണ്ടുപോകണോ, കേസിൽ പ്രതിയാക്കണോ, ശിക്ഷിക്കണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് പൊളിറ്റിക്സ് ആണ്. ഇടതുപക്ഷക്കാർക്ക് എന്തും ചെയ്യാം, എന്ത് വൃത്തികേടും കാണിക്കാം. അവർക്കെതിരെ പോലീസ് കേസെടുത്താൽ കേസെടുത്ത പോലീസുകാർക്ക് ട്രാൻസ്ഫർ ആണ്. എന്നാൽ നീതി ലഭിക്കേണ്ടവർക്ക് നീതിയില്ല. എത്രയോ ആളുകൾ വണ്ടിപ്പെരിയാറിൽ 2 പെൺകുട്ടികളെ മാനഭംഗം ചെയ്ത് തൂക്കിക്കൊന്നു, ചേട്ടത്തിയെയും അനിയത്തിയെയും. അതിൽ പ്രതിയായ CPM-കാരനെ പോലീസ് സംരക്ഷിച്ച് കേസിൽ നിന്ന് ഒഴിവാക്കി കോടതിയിൽ പോയി. കോടതിയിൽ നിന്ന് ഉത്തരവ് വാങ്ങിയാണ് അവരെ ഇന്ന് പ്രതിയാക്കിയത്. വാളയാറിൽ മറ്റൊരു പെൺകുട്ടി, 5 വയസ്സുള്ള പെൺകുട്ടി, അവളെ ബലാത്സംഗം ചെയ്തു കൊന്നു. അവിടെയും പ്രതികൾ CPM-കാരാ. ആ CPM-കാരെ അവിടെ സംരക്ഷിച്ചു പോലീസ്. ഇതെന്ത് ന്യായം? ഇതെന്ത് നീതി? ഇവിടെ നിയമ സംവിധാനത്തിന്റെ കഴിവില്ലാത്ത നിയമ സംവിധാനത്തിന്റെ പാർട്ടിക്ക് വിധേയത്വം കാണിക്കുന്ന നിയമ സംവിധാനത്തെ ഈ സംസ്ഥാനത്ത് ഒതുക്കിയെടുക്കാൻ നമുക്ക് സാധിച്ചില്ല എങ്കിൽ നമ്മുടെ ഒക്കെ ജീവിതം കുത്തടിഞ്ഞു പോകുമെന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ വേദനയോടെ ഞാൻ അറിയിക്കുകയാണ്. ഇവിടെ ഭരണമില്ല. ഭരണമുണ്ടെങ്കിൽ അരിക്ക് ഇതുപോലെ വില കയറുമോ? ഭരണമുണ്ടെങ്കിൽ വെളിച്ചെണ്ണയ്ക്ക് ഇതുപോലെ വില കയറുമോ? ഭരണമുണ്ടെങ്കിൽ മണ്ണെണ്ണയ്ക്ക് ഇതുപോലെ വില കയറുമോ? ഭരണമുണ്ടെങ്കിൽ കറണ്ടിന്റെ ചാർജ് ഇതുപോലെ കയറുമോ? പെട്രോളിന്റെ ഡീസലിന്റെയും വില വർദ്ധിക്കുമോ? എവിടെ ഭരണം? തോന്നിയതുപോലെയല്ലേ? ആർക്കും തോന്നിയതുപോലെ ചെയ്യാം, ആർക്കും എന്തും ചെയ്യാം. പക്ഷേ അതിന്റെ കമ്മീഷൻ CPM-ന്റെ നേതാക്കളെ ഏൽപ്പിക്കണം. അത് വലിയ എമൗണ്ട് വരുന്നുവെങ്കിൽ വാങ്ങാൻ പിണറായി വിജയൻ നിൽക്കും, ചെറുത് വാങ്ങാൻ ലോക്കൽ സെക്രട്ടറി, DCC സെക്രട്ടറി, ജില്ലാ സെക്രട്ടറി നിൽക്കും, സംസ്ഥാന നേതാക്കന്മാർ നിൽക്കും. അവരുടെ നിലവാരത്തിനനുസരിച്ച് കൈക്കൂലി വാങ്ങാൻ തരം തിരിച്ച് ചുമതലപ്പെടുത്തിയിരിക്കുന്നു ഈ കേരളത്തിൽ. എതിർക്കണ്ടേ? തകർക്കണ്ടേ?
അടിച്ചു പൊളിക്കണ്ടേ ഇത്? ഞങ്ങൾ പുറപ്പെട്ടിരിക്കുന്ന ഈ യാത്ര അതിനുള്ള യാത്രയാണ്. അതിനുള്ള യാത്രയുമായിട്ടാണ് ഞങ്ങളുടെ പോക്ക്. കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ ഭരണം എല്ലാ രംഗത്തും അട്ടർ ഫെയിലിയറാണ്. അട്ടർ ഫെയിലിയർ പോട്ടെ, നമുക്കൊരു ജീവിക്കാനുള്ള ഒരു സെൻസ് ഓഫ് സെക്യൂരിറ്റി വേണ്ടേ? സാമൂഹ്യ ജീവിതത്തിൽ നമുക്ക്, എനിക്കും നിങ്ങൾക്കും കുട്ടികൾക്കും അമ്മക്കും അച്ഛനും ഒക്കെ ജീവിക്കാനുള്ള ഒരു ആഗ്രഹം വേണ്ടേ? മനസ്സിന്റെ അകത്ത് ഭയമാണ്. എപ്പോഴും എന്തും സംഭവിക്കാവുന്ന ഭയാശങ്കകളാണ്. പ്രധാന മുഖ്യമന്ത്രികളുടെ ജോലി എന്താ? ഭരിക്കലല്ല. മുഖ്യമന്ത്രിക്കുള്ള ജോലി പണമുണ്ടാക്കല. ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, പണം പണം പണം. അവിടെ മാത്രം കണ്ണുവെച്ച് നടക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യമന്ത്രി, ഇടതുപക്ഷത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രി. എന്തേ പിണറായി വിജയനോട് ഞങ്ങൾക്ക് വ്യക്തിവിദ്വേഷം ഉണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ് പിണറായി വിജയനെ കുറിച്ച് അങ്ങനെ പറയുന്നത്? സത്യാവസ്ഥ അതായതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് എന്താ കാര്യം പിണറായി വിജയനെ കുറിച്ച് പറയാൻ? ഒരു കാര്യവും ഇല്ല. പിണറായി വിജയനെ പോലെ തന്നെയല്ലേ നായനാർ? പിണറായി വിജയനെ പോലെയല്ലേ അച്യുതാനന്ദൻ? പിണറായി വിജയനെ പോലെയല്ലേ ശങ്കരൻ നമ്പൂതിരിപ്പാട്? പിണറായി വിജയനെ പോലെയല്ലേ അച്യുതാനന്ദൻ? കോൺഗ്രസിന്റെ ആരെങ്കിലും ഇതുപോലെ ആരോപണം ഉന്നയിച്ചോ? ഇല്ലല്ലോ. അപ്പോ ആരോപണത്തിന്റെ അകത്ത് സത്യസന്ധതയുള്ളത് കൊണ്ടാ ഈ ആരോപണം ആണത്തത്തോടെ ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ പറയുന്നത്. കൊള്ളക്കാരനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് ഞാൻ പറഞ്ഞാൽ അത് നിഷേധിക്കാൻ ആർക്കും സാധിക്കില്ല. എവിടെയാണോ പണം അവിടെ പണം തരും. എല്ലാം ചെയ്യുന്നതിനോടൊപ്പം പരമാവധി പണമുണ്ടാക്കുന്ന, അറിയാലോ നിങ്ങൾക്ക്, അദ്ദേഹത്തിന്റെ സെക്രട്ടറി ശിവശങ്കരൻ ജയിലിലാണ്. സത്യാഗ്രഹ സമരത്തിന് പോയിട്ടല്ല, സ്വാതന്ത്ര്യ സമരത്തിന് പോയിട്ടല്ല, ഭവന നിർമ്മാണ പദ്ധതിയിലെ പരിപാടിയിൽ കോടികൾ അടിച്ചെടുത്ത് കൊണ്ടുപോയതിന്. ആരാ വകുപ്പിന്റെ മന്ത്രി? ആ വകുപ്പിന്റെ മന്ത്രി ആരുമല്ല, കൈ ശുദ്ധം, മടിയിലില്ല എന്ന് പറയുന്ന പിണറായി വിജയനാണ് അതിന്റെ മന്ത്രി. ഞാൻ ചോദിക്കുന്നു, പിണറായി വിജയൻ പറയാതെ അറിയാതെ ശിവശങ്കരൻ 5 പണം ഉണ്ടാക്കാനുള്ള ധൈര്യം ഉണ്ടോ ശിവശങ്കരന്? ഇല്ലല്ലോ. അതുകൊണ്ട് ശിവശങ്കരനെതിരെ കേന്ദ്രം കേസ് നടത്തി അന്വേഷിച്ചു. നേരത്തെ എന്റെ പ്രിയപ്പെട്ട മുരളി പറഞ്ഞതുപോലെ പിണറായി വിജയനെ തൊട്ടില്ല. പിണറായി വിജയനോട് സ്വകാര്യം പറഞ്ഞു, ഇവിടെ നിൽക്കുവോ, തലയാട്ടി എന്നാ പോയിക്കോ. 1 അല്ലടോ, 2 അല്ലടോ, 3 അല്ലടോ, 4 അല്ല. ഡോളർ കടത്ത് കേസ് കണ്ടില്ലേ? സ്വർണ്ണക്കടത്ത് കടത്തിയില്ലേ? എന്താ ആ പരിതന്റെ പേര്? സ്വപ്ന സുരേഷ് എന്ന് പറയുന്ന ഒരു വനിത പച്ച മലയാളത്തിൽ പറഞ്ഞില്ലേ, ഞാനതിന് സഹായിച്ചു. ഞാനാണ് ഷെയ്ഖിനെ കൂട്ടി മുഖ്യമന്ത്രിയുടെ വീട്ടിൽ കൊണ്ടുപോയത്. കേന്ദ്ര പോലീസിന് അവർ എഴുതി കത്ത് കൊടുത്തില്ലേ? കോടതിയിൽ അവർ 164 സ്റ്റേറ്റ്മെന്റ് കൊടുത്തില്ലേ? എന്നിട്ടും എന്താ പിണറായി വിജയനെതിരെ കേസെടുക്കാത്തത്? പിണറായി വിജയനെതിരെ കേസെടുക്കാത്തതിന്റെ രഹസ്യം മുരളി ഇവിടെ പറഞ്ഞു. കോൺഗ്രസ് വിമുക്ത ഭാരതമാണ് BJPയുടെ ലക്ഷ്യം. കേരളത്തിൽ കോൺഗ്രസിനെ ഒഴിവാക്കാൻ BJPക്ക് സാധിക്കില്ല എന്ന് BJPക്ക് ഉറപ്പല്ലേ? നരച്ചാലും പൊളിച്ചാലും കേരളത്തിൽ അധികാരത്തിൽ വരാൻ BJPക്ക് സാധിക്കില്ല എന്ന് ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. ഇവിടെ മതേതര ശക്തികളാണ്, ഇവിടെ ജനാധിപത്യ ശക്തികളാണ്. ഈ നാടിന്റെ അകത്ത് ഏത് മതമായാലും സൗഹാർദ്ദത്തോടു കൂടി ജീവിക്കുന്ന ഒരു സമൂഹത്തിന്റെ ജീവിത ശൈലിയാണ് കൊച്ചു കേരളം. നിന്റെ വർഗീയൊന്നും ഇവിടെ നടക്കില്ല, നിന്റെ ഫാസിസമൊന്നും ഇവിടെ നടക്കില്ല. അതുകൊണ്ട് 10 കൊല്ലമല്ല 20 കൊല്ലം നിങ്ങൾ തപസ്സിരുന്നാലും കൊച്ചു കേരളത്തിൽ ഒരു സീറ്റ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. നിങ്ങൾ പിണറായി വിജയന്റെ പിന്തുണ കാത്തിരിക്കുന്നു കേരളത്തിൽ കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ. വരുന്ന തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയന്റെ സ്ഥാനാർത്ഥിക്ക് ഇവർ വോട്ട് ചെയ്യും. BJPയുടെ കുറച്ച് സ്ഥാനാർത്ഥിക്ക് CPM വോട്ട് ചെയ്യും. അപ്പോ അംഗത്വമില്ലാത്ത BJPക്ക് ഇവിടെ അംഗത്വം വരും. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്ത് CPM അധികാരത്തിൽ വരും. ഭാരതം കോൺഗ്രസ് വിമുക്ത ഭാരതം അവർക്ക് ഉണ്ടാക്കാൻ പറ്റും.
ജനങ്ങളുടെ മനസ്സിൽ BJPക്ക് സ്ഥാനമുണ്ടെന്ന് വരുത്താൻ ആ തെരഞ്ഞെടുപ്പിലൂടെ അവർക്ക് കാണിക്കും. അതാണ് വരാൻ പോകുന്ന പൊതു തിരഞ്ഞെടുപ്പിന്റെ അന്തർധാര എന്ന് നിങ്ങൾ ഓർക്കണം. പക്ഷേ ഞങ്ങൾ സമ്മതിക്കില്ല. ഇവിടെ BJPക്ക് ഒരു സീറ്റ് ഉണ്ടാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. കേരള രാഷ്ട്രീയത്തിൽ ഈ കാണുന്ന തലമുറ, ഈ കാണുന്ന അണിയറകൾ, ഈ കാണുന്ന അണികൾ കോൺഗ്രസിന് കേരളത്തിൽ ഉടനീളമുണ്ട് എങ്കിൽ വരച്ച വരയിൽ നിങ്ങൾ നിർത്താനുള്ള തന്റെ ഞങ്ങൾക്കുണ്ടോ? പറഞ്ഞ തവണ ജയിക്കുമ്പോൾ നമ്മൾ 19 18 19 ഇക്കുറി ഞങ്ങൾ പറയുന്നു, നിങ്ങളെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു, 20 out of 20 കേരളത്തിൽ കോൺഗ്രസ് നേടും. അവിടെ നിങ്ങളുടെ സഖ്യമൊന്നും പോവില്ല. നിങ്ങളുടെ അന്തർധാരയൊക്കെ ഞങ്ങൾ ചവിട്ടി തകർക്കും. അതിനാണ് ഈ യാത്ര, അതിനാണ് കരുത്തു പകരാനുള്ള യാത്രയാണ് ഈ യാത്ര. ഈ യാത്രക്ക് നിങ്ങളുടെ പിൻബലം ഉണ്ടാവണം. കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനം, ഇന്ത്യയിലെ കോൺഗ്രസ് പ്രസ്ഥാനം മതേതര ജനാധിപത്യ ശക്തികളുടെ ഈറ്റില്ലം. ഞങ്ങൾ ഉള്ളത് കൊണ്ടാണോ ഇവിടെ മതേതരത്വം ജീവിക്കുന്നത്? നമ്മൾ ഉള്ളത് കൊണ്ടാണ് ഈ രാജ്യത്തെ മതങ്ങൾക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാനും ചിന്തിക്കാനും ഇവിടെ അധികാരം. നിങ്ങൾക്കറിയാലോ BJPയുടെ രാഷ്ട്രീയ ശൈലി എന്താ മണിപ്പൂരിൽ നിങ്ങൾ കണ്ടത്? പള്ളികൾ തകർത്തു, ചർച്ചുകൾ തകർത്തു, ക്രിസ്ത്യാനികളെ വെട്ടിക്കൊന്നു, ആയിരക്കണക്കിന് ക്രിസ്ത്യാനികളുടെ വീടുകൾ തകർത്തു. നിരാലംബരായി ആയിരക്കണക്കിന് ക്രിസ്ത്യാനികൾ. എന്നിട്ട് പറഞ്ഞു, പള്ളിയിൽ ക്രിസ്തുദേവന്റെ വിഗ്രഹം വെച്ചുകൂടാ. ചർച്ചിൽ അച്ഛന്മാരുടെ വൈദ്യ ഡ്രസ് ഉപയോഗിച്ചുകൂടാ. അവിടെ മറ്റ് മതപരമായ ആചാരങ്ങൾ അനുഷ്ഠിക്കാൻ പാടില്ല. ക്രിസ്ത്യൻ സ്കൂളുകളിൽ അവരുടെ പ്രാർത്ഥനകൾ പാടാൻ പാടില്ല. ഇതൊക്കെ ഉണ്ടായിട്ട് എന്റെ സങ്കടം, ഇവിടെ ഒരു ഏഭ്യൻ പ്രധാനമന്ത്രി ഇല്ലേ? ഒരു വാക്ക് അദ്ദേഹം ഉച്ചരിച്ചോ? ഞാൻ ചോദിക്കുന്ന ഈ നാട്ടിലെ ജനതയോട്, ഈ മണിപ്പൂരിൽ ഈ സംഭവങ്ങൾ അത്രയും നടന്നിട്ടും ഈ ഭീഷണി മുഴുവൻ ക്രിസ്ത്യൻ സമുദായത്തിനെതിരെ ആഞ്ഞടിച്ച് പ്രചരിപ്പിച്ചിട്ടും ഈ ഇന്ത്യയുടെ മുഖ്യ പ്രധാനമന്ത്രി ഒന്നതിനെ അപലപിക്കാൻ അല്ലെങ്കിൽ മണിപ്പൂരിൽ കൊല ചെയ്യപ്പെട്ടവരെ ഒന്ന് സന്ദർശിക്കാൻ പ്രധാനമന്ത്രിക്ക് സാധിച്ചില്ല. എന്തിനാണ് ഈ പ്രധാനമന്ത്രിയെ കണ്ടിട്ടാണോ നമുക്കിവിടെ ഇന്ത്യ രാജ്യത്ത് പിടിച്ചു നിൽക്കാൻ പറ്റുമോ? ഇവിടെ മതേതരത്വം എത്ര കാലം ഉണ്ടാകും? ഇവിടെ ജനാധിപത്യം എത്ര കാലം ഉണ്ടാകും? അതുകൊണ്ട് BJPയുടെ കൈ പിടിച്ച് കൈത്താങ്ങായി, കേരളത്തിൽ BJPയുടെ കൈത്താങ്ങായി മാറി. BJPക്ക് വേണ്ടി CPM-ഉം CPM-ന് വേണ്ടി BJPയും നിൽക്കുന്ന നാടായി ഈ കേരളം മാറിക്കൊണ്ടിരിക്കുന്നു. BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻ, അദ്ദേഹം എന്ത് കേസാ? വടകരയിലെ ഒരാള് പറഞ്ഞു, വടകര അദ്ദേഹം കുടൽപ്പനം കൊണ്ടുപോകുമ്പോ പിടിച്ചു പോലീസുകാർ. കേസുണ്ടായില്ല. കുടൽപ്പണ കേസ് സുരേന്ദ്രനെതിരെ എന്തുകൊണ്ട് പിണറായി വിജയന്റെ പോലീസ് എടുത്തില്ല? അതാണ് അന്തർധാര, അതാണ് പരസ്പര സഹായം. BJPയുടെ പ്രസിഡന്റിനെ CPM സംരക്ഷിക്കുന്നു, CPM-ന്റെ മുഖ്യമന്ത്രിയെ BJP സംരക്ഷിക്കുന്നു. ആ സംരക്ഷണത്തിന്റെ വല പൊട്ടിച്ചെറിയാൻ നമുക്കേ സാധിക്കൂ, കോൺഗ്രസിനെ സാധിക്കൂ. ഈ രാജ്യത്ത് ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കാൻ നമുക്കേ സാധിക്കൂ. മറ്റൊരു പാർട്ടിക്കാവില്ല. ഞങ്ങൾ സ്നേഹിക്കുന്നവരാ, ഞങ്ങൾ സ്നേഹം കൊണ്ട് സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നവരാ. ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് ഉത്തരേന്ത്യയിൽ നടക്കുന്നു എന്തിനെന്നറിയാമോ? പണമുണ്ടാക്കാനല്ല, പാർട്ടിക്ക് കരുത്തു പകരാനല്ല, അദ്ദേഹത്തിന് പ്രധാനമന്ത്രിയാവാനല്ല. അദ്ദേഹം ആളുകളോട് പറയുന്നത്,
വിദ്വേഷത്തിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കടകൾ തുറക്കണം എന്ന മനുഷ്യ സ്നേഹത്തിന്റെ ഈടുറ്റ പാവ് മനുഷ്യ മനസ്സിലുണ്ടാക്കി ഐക്യത്തിന്റെയും സ്നേഹത്തിന്റെയും കൊട്ടാരത്തിൽ ഒരു ജീവിതം ക്രമീകരിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങളെ പിന്നാലെ നിങ്ങളെ നോക്കി നടക്കുന്ന രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ്, ഗാന്ധിജിയുടെ കോൺഗ്രസ്, സ്നേഹിക്കാൻ പഠിപ്പിച്ച ഗാന്ധിജിയുടെ കോൺഗ്രസ് ഇന്ന് 4000 കിലോമീറ്റർ ആദ്യം നടന്നു. ഇതേ വീണ്ടും 4000 കിലോമീറ്റർ നടക്കുന്നു. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകാനല്ല, കോൺഗ്രസിനെ ജയിപ്പിക്കാനല്ല, കോൺഗ്രസിനോടൊപ്പം നിൽക്കണമെന്ന് പറയാനല്ല, സ്നേഹത്തിന്റെ തൂലിക കൊണ്ട് മനുഷ്യ മനസ്സുകളെ ബന്ധിക്കാനാണ് രാഹുൽ ഗാന്ധി നിങ്ങളോട് ആഹ്വാനം ചെയ്യുന്നത്. അത് പറയാൻ സാധിക്കുന്ന ഒരേ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, മറ്റൊരു പാർട്ടിയില്ല. അതുകൊണ്ട് ഈ നമ്മുടെ ജൈത്രയാത്ര, ഈ സന്ദേശം ജനമനസ്സിലേക്ക് പകർത്താനാണ്. ആ ജനമനസ്സിലേക്ക് പകർത്താനുള്ള ഈ സമരമുഖത്ത് നിങ്ങൾ ഞങ്ങളോടൊപ്പം ഒന്നിക്കണം. എല്ലാം മറന്ന് ഐക്യത്തോടെ വരാൻ പോകുന്ന പ്രതിസന്ധികളെ തരണം ചെയ്യാൻ സാധിക്കുന്ന കരുത്തിന്റെ മാസ്മരികമായി നമ്മുടെ ഈ ജാതിയെ നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കണം. ഈ ജാഥ കേരളത്തിലെ ജനമനസ്സിന്റെ അകത്ത് ആത്മവിശ്വാസം പകരുന്ന ജാതിയായിരിക്കും. ആ ജാഥയോടൊപ്പം ഒട്ടി നിന്ന് കേരളത്തിന്റെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ കോൺഗ്രസിനെയും കോൺഗ്രസിന്റെ കാഴ്ചപ്പാടുകളെയും സംരക്ഷിക്കാൻ എന്റെ പ്രിയപ്പെട്ടവരെ നെഞ്ചോട് ചേർത്ത് പിടിക്കൂ. ഈ പ്രസ്ഥാനത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കൂ. ഈ ലക്ഷ്യത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കൂ. ഈ നാടിനെ ഈ സന്ദേശം മാത്രം നിങ്ങൾക്ക് നൽകിക്കൊണ്ട് ഇനി ബാക്കിയുള്ളത് കടപ്പുറത്ത് കാത്തിരിക്കുന്നവർക്ക് വേണ്ടി മാറ്റിവെച്ച് ഞാൻ നിങ്ങളോട് സലാം ചൊല്ലുന്നു. നിങ്ങൾക്ക് നമസ്കാരം ചെയ്യും. നമ്മളൊരു മഹായുദ്ധത്തിന് പുറപ്പെടുകയാണ്. മഹായുദ്ധത്തിന് പുറപ്പെടുമ്പോൾ സൈനിക വിന്യാസം കൃത്യമായിരിക്കണം. ഈ യുദ്ധം നമുക്ക് ജയിക്കണം, ജയിച്ചേ മതിയാവും. നമുക്ക് ആത്മവിശ്വാസമുണ്ട്. നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന് ഒറ്റക്കെട്ടായി നിന്ന് ഈ യുദ്ധം വിജയിപ്പിക്കുക തന്നെ ചെയ്യും. ഈ രാജ്യത്തിൻ്റെ മണ്ണിൽ വർഗീയതയെയും ഫാസിസത്തെയും നമ്മൾ കുഴിച്ചു മൂടും. കേരളം ഭരിക്കുന്ന ഈ ധിക്കാരികൾക്ക് കേരളത്തിലെ ജനങ്ങൾ കൃത്യമായ താക്കീതും നൽകും. അതിനു വേണ്ടിയിട്ടുള്ള ജനരോഷമാണെന്നുയരുന്നത്. ജനങ്ങളുടെ മനസ്സിൽ തീയാണ്. ആ അഗ്നിയാണ് സമരാഗ്നിയായി മാറി നമ്മൾ ഈ ജനകീയ പ്രക്ഷോഭ ജാഥയുമായി നമ്മൾ കേരളത്തിലെ 14 ജില്ലകളിലേക്കും പോകുന്നത്. ഞങ്ങൾ ഇന്നലെയും ഇന്നുമായി ജനകീയ ചർച്ചാ സദസ്സുകളിൽ ഇരുന്നപ്പോൾ നേരത്തെ ഇവിടെ പറഞ്ഞു, പൗരപ്രമുഖന്മാരല്ല വന്നത്, പ്രമാണിമാരല്ല വന്നത്, വിഭവസമൃദ്ധമായ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നില്ല, ഒരു ചായയും ബിസ്ക്കറ്റുമാണ് ഞങ്ങൾ കൊടുത്തത്. വന്നത് പാവങ്ങളാണ്, കർഷകർ, വന്യജീവി ആക്രമണത്തിൽ കേഴുന്നവർ, എല്ലാ കാർഷിക ഉൽപ്പന്നങ്ങളുടെയും വില നശിച്ച് ജീവിക്കാൻ ഗതിയില്ലാത്തവർ, വീട് ജപ്തി ചെയ്തവർ, കിടപ്പാടങ്ങൾ ജപ്തി ചെയ്തവർ, കൃഷിയിടങ്ങൾ ജപ്തി ചെയ്തവർ, പെൻഷൻ കിട്ടാത്ത പാവങ്ങൾ, 6 മാസമായി പെൻഷൻ കിട്ടാതെ മരുന്ന് മേടിക്കാൻ നിവർത്തിയില്ലാത്ത പാവങ്ങൾ, ഈ രാജ്യത്തെ ഈ നാട്ടിലെ സങ്കടങ്ങളുടെ കെട്ടായിരുന്നു, നിലവിളികളായിരുന്നു, വിതുമ്പലുകളായിരുന്നു. സത്യത്തിൽ മനസ്സ് വല്ലാതെ വേദനിച്ചു. അതാണ് ഇന്നത്തെ കേരളം. നമ്മൾ അറിയണം, തിരിച്ച് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ നടത്തിയ ദുരിതപൂർണമായ പ്രവർത്തനങ്ങളുടെ ഇരകളായി നമ്മുടെ നാട്ടിലെ ജനങ്ങൾ മാറിയിരിക്കുക. രാജ്യത്ത് വർഗീയത ഉണ്ടാക്കാൻ, മതരാഷ്ട്രമുണ്ടാക്കാൻ സംഘപരിവാർ ശക്തികൾ ശ്രമിക്കുന്നു. നമ്മുടെ രാജ്യത്തിനൊരു മഹിതമായൊരു പാരമ്പര്യമുണ്ട്. അറിയുന്നവരും അറിയപ്പെടാത്തവരുമായ സ്വാതന്ത്ര്യ സമര സേനാനികൾ ചോരയിൽ എഴുതി വച്ച വാക്കുകളാണ് മതേതരത്വവും ജനാധിപത്യവും സോഷ്യലിസവും. ആകാശത്ത് നിന്ന് പൊട്ടിവീണ വാക്കുകളല്ല. ഇന്നവരെ മതവും ജാതിയും ഭരണഘടനാ വിരുദ്ധതയും ഉച്ചനീചത്വവും
വെറുപ്പുമായി കൂട്ടിക്കുഴച്ച് നമുക്കിടയിൽ മതിലുകൾ പണിയാൻ അവർ ശ്രമിക്കുന്നു. ആ മതിലാണ് നമ്മൾ ഇടിച്ചു തകർക്കാൻ പോകുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ. ആ മതിൽ നമുക്ക് ചുറ്റും നമുക്കിടയിൽ അവര് പണിയാൻ ശ്രമിക്കുന്ന മതിലുകൾ വിദ്വേഷത്തിന്റെ പ്രചരണം നടത്തി ജാതിയുടെ പേരിൽ മതത്തിന്റെ പേരിൽ ജനങ്ങളെ തമ്മിലടിപ്പിച്ച് അതിൽ നിന്ന് മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കുന്നവർ. അവരിപ്പോൾ മതമാണ് പ്രധാനം, രാമനെയാണ് ഉയർത്തിപ്പിടിക്കുന്നത് വോട്ട് കിട്ടാൻ. ഞാൻ പറഞ്ഞു, നമ്മുടെ രാമൻ എവിടെയാ? ഒരു മനുഷ്യനില്ലേ ഈ ലോകം മുഴുവൻ ആരാധിക്കുന്ന ഒരാൾ, മഹാത്മാവ് ഹേ റാം എന്നുള്ള ചുണ്ടനക്കത്തോടു കൂടി നാഥുറാം ഗോഡ്സെയുടെ വെടിയേറ്റ് പിടഞ്ഞു വീണ് ഗാന്ധി മരിച്ച ബിർള മന്ദിരത്തിന്റെ ഇടനാഴിയിലാണ് കണ്ണിൽ ചോരയുമായി നമ്മുടെ രാമൻ നിൽക്കുന്നത്, അല്ലേ? അവിടെയാണ് നമ്മുടെ രാമൻ നിൽക്കുന്നത്. നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളോട് നമുക്കൊരു കടപ്പാടുണ്ട്. ജീവൻ ബലിയർപ്പിച്ചവർ മഹാത്മാഗാന്ധിയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും അടക്കമുള്ള നേതാക്കന്മാർ, കോൺഗ്രസിന്റെ നേതാക്കന്മാർ, ദേശീയ പ്രസ്ഥാനത്തിന് വേണ്ടി ജീവൻ ഹോമിച്ചവർ, അവരുടെ മണ്ണിൽ വർഗീയത അഴിഞ്ഞാടാൻ സമ്മതിക്കില്ല എന്ന് തീരുമാനമെടുക്കേണ്ടത് ആരാണ്? നമ്മളാണ്. കോൺഗ്രസ് അല്ലെങ്കിൽ പിന്നെ അത് ആര് പറയും? നിങ്ങളല്ലെങ്കിൽ, നമ്മളല്ലെങ്കിൽ അതാര് പറയും? ഇത് ചരിത്രം നമ്മുടെ ചുമലുകളിൽ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തമാണ്. വർഗീയതയെ കോൺഗ്രസ് എത്ര വലിയ പ്രശ്നമുണ്ടായാലും ഈ മണ്ണിൽ കുഴിച്ചു മൂടുക തന്നെ ചെയ്യും. അവിടെ അണ്ണനാണ് ഭരിക്കുന്നതെങ്കിൽ ഇവിടെ തമ്പിയാണ് ഭരിക്കുന്നത്. അണ്ണനും തമ്പിയും തമ്മിൽ സ്നേഹബന്ധത്തിലാണ്. ഞങ്ങളോട് ഇന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചു, അല്ല, പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ മുഖ്യമന്ത്രി പോയതിൽ വല്ല കുഴപ്പമുണ്ടോ? ഞാൻ പറഞ്ഞു, ഒരു കുഴപ്പം. പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ മുഖ്യമന്ത്രി പോയതിൽ ഒരു തെറ്റുമില്ല, യാത്രയക്കാൻ മുഖ്യമന്ത്രി പോയതിലും ഒരു തെറ്റുമില്ല. പക്ഷെ ആ നിപ്പുണ്ടല്ലോ, ആ പ്രധാനമന്ത്രിയുടെ മുമ്പിലുള്ളത് നിപ്പ്. ഞാൻ മാധ്യമപ്രവർത്തകരോട് ചോദിച്ചു, നിങ്ങളുടെ ഏതെങ്കിലും ഒരു ലൈബ്രറി, നിങ്ങളുടെ ഏതെങ്കിലും ഒരു വിഷ്വലിൽ എവിടെയെങ്കിലും പിണറായി വിജയൻ ഇങ്ങനെ ഒരു നിപ്പ് നിൽക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഇതുപോലെ ഒരു നിപ്പ്. ആ നിപ്പിലുണ്ട് എല്ലാം. കാല് പിടിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാം ഉണ്ട്. സഹായിക്കണമെന്നുള്ള അണ്ണനോടുള്ള അഭ്യർത്ഥനയാണ്. എന്നെ 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 ഉപദ്രവിക്കരുത്, എന്നെ സഹായിക്കണം എന്നുള്ള അഭ്യർത്ഥനയുമായിട്ടുള്ള നിപ്പ. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ അന്നത്തെ പത്രം നിങ്ങൾ പോയി ഒന്നും കൂടി എടുത്ത് ആ പടം ഒന്ന് നോക്ക്. ഇതുപോലത്തെ ഒരു നിപ്പ് കാണാൻ പറ്റുമോ? ഇപ്പൊ ഒരു വലിയ പ്രശ്നമുണ്ട്. ഹൈദരാബാദിലെയും കർണാടകത്തിലെയും എല്ലാം IT കമ്പനികളെല്ലാം പേടിച്ചിരിക്കുക. കാരണം എന്താ? കേരളം വലിയ IT കമ്പനികളുടെ കേന്ദ്രമായി മാറാൻ പോവാ. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, അതെന്താ കാര്യം? നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ ഒരു പ്രസ്താവനയില്ലേ നിയമസഭയിൽ? എന്താ പറഞ്ഞത്? എൻ്റെ ഭാര്യ LP സ്കൂൾ ടീച്ചർ റിട്ടയർ കിട്ടിയപ്പോൾ കിട്ടിയ പെൻഷൻ തുക കൊണ്ടാണ് എൻ്റെ മകൾ 100 കോടി രൂപയുടെ കമ്പനി തുടങ്ങിയത്. അപ്പൊ IT കമ്പനികളൊക്കെ, കർണാടകത്തിലെ ഹൈദരാബാദിലെ IT കമ്പനികൾ പറയാ, നിങ്ങളുടെ നാട്ടിൽ ഈ കണക്കിന് പോയാൽ 1.5 ലക്ഷം പേര് എല്ലാ വർഷവും റിട്ടയർ ചെയ്യുന്നുണ്ട്. റിട്ടയർ ചെയ്യുന്നവരെല്ലാം പെൻഷൻ തുക അവരുടെ മക്കൾക്ക് കൊടുത്ത് അവർ IT കമ്പനി എങ്ങാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങളെല്ലാം പൂട്ടിപ്പോവില്ലേ? ഇയാൾ എന്താ ആദ്യം പറഞ്ഞത്? ഈ 2 കൈകളും ശുദ്ധമാണ്, മടിയിൽ കനമില്ല, അന്വേഷണത്തെ പേടിയില്ല. ഇവിടെ അന്വേഷണം പ്രഖ്യാപിച്ചപ്പോ KSIDCയെ കൊണ്ട് 25 ലക്ഷം രൂപ മുടക്കി ഡൽഹിയിൽ നിന്ന് അഭിഭാഷകനെ കൊണ്ടുവന്നു. നേരെ മോള് ബാംഗ്ലൂരിലെ ഹൈക്കോടതിയിലേക്ക് പോയി. അപ്പോ കൈകൾ ശുദ്ധമല്ല, മടിയിൽ കനവുമുണ്ട്, അന്വേഷണത്തെ പേടിയുണ്ട്. അതാണ് ആ നിപ്പ് നിന്നത്. പ്രധാനമന്ത്രിയുടെ മുമ്പിൽ നിന്ന് ആ നിപ്പ് എന്ന് പറയുന്നത് അത് തന്നെയാണ്. ഈ അഴിമതിക്കാരെ, ഈ ധിക്കാരികളെ, നമ്മുടെ കുട്ടികളെ തെരുവിലിട്ട് പട്ടിയെ പോലെ തല്ലിയവർക്കെതിരായി, നമ്മുടെ കുട്ടികളെ ജയിലിൽ അടച്ചവർക്ക് എതിരായി, പോലീസിനെ കൊണ്ടും ഗുണ്ടകളെ കൊണ്ടും നമ്മുടെ കുട്ടികളെ ക്രൂരമായി ആക്രമിച്ച ഈ ധിക്കാരികൾക്ക് മറുപടി കൊടുക്കാനുള്ള അവസരമാണ് ഈ തെരഞ്ഞെടുപ്പെന്ന് നിങ്ങൾ ഓർത്തോ. കേരളത്തിൽ ഒരു സീറ്റിലും ഈ ധിക്കാരികളെ ജയിപ്പിക്കരുത്. അവർക്കത് എന്തും ചെയ്യാനുള്ള ലൈസൻസ് ആവും.
ഇപ്പൊ BJP പേടിപ്പിക്കുകയാണ്. സുധാകരേട്ടൻ പറഞ്ഞതുപോലെ ഇടി പേടിപ്പിക്കുകയല്ലേ, അങ്ങോട്ട് പോവില്ല. പേടിപ്പിച്ചിട്ട് വല്ല സീറ്റും കിട്ടുമെന്നാണ് BJP നോക്കുന്നത്. കേരളത്തിൽ ഏതെങ്കിലും സീറ്റ് ഇവരുടെ സഹായത്തിൽ കിട്ടുമെന്നാണ് നോക്കുന്നത്. നമ്മൾ ഈ മുന്നണിയാണ് പരാജയപ്പെടുത്തേണ്ടത്. BJP CPM മുന്നണിയാണ്. സംഘപരിവാറുമായി സന്ധി ചെയ്ത ഈ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ത് കമ്മ്യൂണിസ്റ്റാണ്? രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഏറ്റവും വലിയ ഫാസിസ്റ്റ് ആയിരുന്നു ഹിറ്റ്ലർ. ആ കാലത്ത് ജീവിച്ചിരുന്ന അതിനേക്കാൾ വലിയ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു സ്റ്റാലിൻ. ഇപ്പോഴും പിണറായി വിജയൻ ആരാധിക്കുന്ന കമ്മ്യൂണിസ്റ്റ് നേതാവാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ കറുത്ത ഏടെന്ന് പറയുന്നത് ഫാസിസ്റ്റും കമ്മ്യൂണിസ്റ്റും തമ്മിൽ സന്ധി ചെയ്ത ഹിറ്റ്ലർ സ്റ്റാലിൻ പാക്ട് എന്ന് പറയും. കമ്മ്യൂണിസത്തിനൊരു മടിയില്ല ഫാസിസവുമായി കൈകൊടുക്കാൻ. ചരിത്രത്തിൽ പറഞ്ഞിരുന്നു, നമ്മുടെ മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും ബ്രിട്ടീഷുകാരോട് സമരം ചെയ്യുമ്പോഴും അവര് പറഞ്ഞു ബ്രിട്ടീഷുകാരിയേക്കാൾ അപകടകാരികളാണ് ഫാസിസ്റ്റുകൾ. നമ്മൾ ജർമ്മനിക്കെതിരായ നിലപാടെടുത്തു, ഫാസിസത്തിനെതിരായ നിലപാട്. റഷ്യയിലെ സ്റ്റാലിൻ ഫാസിസവുമായി കൈകോർത്തു. ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരടക്കം സ്റ്റാലിന്റെ പുറകെ പോയി. അപ്പൊ ഇവർക്കൊരു ചരിത്രമുണ്ട്. ഫാസിസവും കമ്മ്യൂണിസവും തമ്മിൽ നന്നായി ചേരും. ഒരേ നാണയത്തിന്റെ രണ്ടു വശങ്ങളാണ്. ഹിറ്റ്ലർ കൊന്നൊടുക്കിയതിനേക്കാൾ കൂടുതൽ ആളുകളെ സ്റ്റാലിൻ കൊന്നൊടുക്കി. കമ്മ്യൂണിസ്റ്റുകാരും ഫാസിസ്റ്റുകളും എതിരാളികളെ കൊന്നൊടുക്കാൻ, വംശഹത്യ ചെയ്യാൻ, അവരെ ഇല്ലാതാക്കാൻ ചരിത്രത്തിൽ ശ്രമിച്ചിട്ടുണ്ട്. ആ ചരിത്രത്തിന്റെ തനിയാവർത്തനമാണ് 21ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ കേരളത്തിൽ നടക്കുന്നത്. ഫാസിസവും കമ്മ്യൂണിസവും തമ്മിൽ സന്ധി ചെയ്തിരിക്കുന്നു. ദേശീയ പാർട്ടിയൊന്നും പ്രശ്നമല്ല. കഴിഞ്ഞ മാസമാണ് സീതാറാം യെച്ചൂരി പറഞ്ഞത് സ്വകാര്യ സർവകലാശാല ഞങ്ങൾ സമ്മതിക്കില്ല. ഈ മാസം കേരളത്തിന്റെ ബഡ്ജറ്റിൽ പിണറായി വിജയൻ എഴുതി ചേർത്തു സ്വകാര്യ സർവകലാശാല കൊണ്ടുവരുമെന്ന്. എന്ത് ദേശീയ പാർട്ടിയാണ്? എന്നിട്ട് പറയാണ് ഞങ്ങൾ BJPക്കെതിരായി കരുത്തുറ്റ പ്രതിരോധ നിര ഇന്ത്യയിൽ ഉണ്ടാക്കും. എവിടെയാണ് ഇന്ത്യയിൽ? ആകെ തമിഴ്നാട്ടിലാണ് 2 MP ജയിച്ചത്. അവർ രണ്ടുപേരും ജയിച്ചത് രാഹുൽ ഗാന്ധിയുടെ പടം പോസ്റ്ററിൽ വെച്ചിട്ടാണ്. ചോദിച്ചു നോക്ക്, ഞാനവിടെ പോയതല്ലേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ പ്രചരണം നടത്താൻ. രാഹുൽ ഗാന്ധിയുടെ പടം വലുതാക്കി വെച്ചിട്ടാണ് CPMന്റെ സ്ഥാനാർത്ഥിയുടെ പടം വെച്ചത്. എന്നിട്ടാണ് രണ്ടുപേരും ജയിച്ചത് തമിഴ്നാട്ടിൽ നിന്ന്. എന്നിട്ട് പറയാണ് ഇന്ത്യ മുഴുവൻ വലിയ പ്രതിരോധം തീർക്കുമെന്നാണ്. പ്രതിരോധം അറിയാലോ, ഈ രാജ്യത്തെ ജനങ്ങൾക്കറിയാം. ഒരു കമ്മ്യൂണിസ്റ്റുകാരനെങ്കിലും ഇവിടെ നിന്ന് ജയിച്ചു പോയാൽ ഒരു BJPക്കാരൻ ജയിച്ചു പോകുന്നതിന് തുല്യമാണ്. സന്ധിയാണ്, അന്തർധാരയാണ്, ബന്ധമാണ്. നേരത്തെ പറഞ്ഞതുപോലെ BJPയുടെ ലക്ഷ്യം കോൺഗ്രസ് മുക്ത ഭാരതം. കേരളത്തിലെ CPM നേതാക്കൾക്കുള്ളത് കോൺഗ്രസ് വിരുദ്ധത. ഇത് രണ്ടും തമ്മിൽ സന്ധി ചെയ്യുകയാണ്. നമ്മൾ മതേതര കേരളത്തിനോടുള്ള ആത്മവിശ്വാസം നമുക്കുണ്ട്. കേരളം മതേതരമാണ്. ഈ ജാതി കോമരങ്ങളെ ദേശീയ തലത്തിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ BJP ശ്രമിക്കുമ്പോൾ കേരളത്തിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് CPM ആണ്. ഈ ജാതി കോമരങ്ങളെ നിലയ്ക്ക് നിർത്തി മതേതരത്വത്തിന്റെ കുടിക്കൂറ, ജനാധിപത്യത്തിന്റെ കുടിക്കൂറ ഈ രാജ്യത്ത് ഉണ്ടാകാൻ വേണ്ടിയാണ് രാഹുൽ ഗാന്ധി. ഇവര് ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ എല്ലാവരെയും ഒന്നിപ്പിക്കാൻ ആ മനുഷ്യൻ നടക്കുകയാണ്, എല്ലാവരെയും ചേർത്തു പിടിച്ചുകൊണ്ട്. നമ്മൾ അതിന്റെ പിന്നിൽ ഒറ്റക്കെട്ടായി അണിനിരന്നുകൊണ്ട് വിശ്രമമില്ലാതെ പ്രവർത്തിച്ച് ഉജ്ജ്വലമായ വിജയം കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നതിനേക്കാൾ ഉജ്ജ്വലമായ ഭൂരിപക്ഷത്തോടു കൂടി കോഴിക്കോടും വടകരയും വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ ഇന്നു മുതൽ തുടങ്ങണം എന്ന് ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളെ എല്ലാവരെയും ഹൃദയപൂർവ്വം ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി.